അതിനൊരു ആചാരപ്രകാരം കൊച്ചുങ്ങൾ കളിച്ച് ഈ ആൺകുട്ടികളെല്ലാം പെൺവേഷം കെട്ടി കളിക്കുകയും പിന്നെ വെള്ളയ്ക്ക കൊണ്ട് കുതിരയെ കെട്ടി വലിച്ചഴിക്കുകയും അവരട്ടഹാസം സന്തോഷിച്ച് അങ്ങനെ ഒരു കാലം വന്നപ്പോൾ പിന്നെ ക്ഷേത്രം പണിഞ്ഞു. ഇന്നത്തെ ഒറ്റ ദിവസം അവർ കൊണ്ടുവരുന്നതാണ്, അല്ലാതെ തലേ ദിവസം ഒന്നും കൊണ്ടുവരുന്നത് വളരെ ഫ്രഷായിട്ട് ഇന്നത്തെ ദിവസം കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് അടിക്കണക്കുകളും അതോടൊപ്പം മറ്റു എല്ലാം കൊണ്ടും ഇവർ വളരെയധികം ആചാരപ്രകാരം തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഈ ഒരു കുരുത്തോല പന്തലിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു രീതി. എല്ലാവർക്കും നമസ്കാരം. ചവറ മേജർ ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വർഷത്തെ ചമയവിളക്കിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഐതിഹ്യം കൊണ്ടും അതോടൊപ്പം ആചാരപ്പെരുമ കൊണ്ടും നിരവധി ഭക്തജനങ്ങളെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാ കൊല്ലവും പുരുഷാംഗനമാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പുരുഷാംഗനമാരെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീ ഭാവത്തിൽ പുരുഷൻ സ്ത്രൈണ ഭാവത്തിലേക്ക് എത്തി മാറുന്ന ചമയവിളക്കെടുത്തുകൊണ്ട് ദേവിയുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു രൂപം. അത് കാണാനാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത്. പക്ഷേ ഈ ചമയവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിപ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാധ്യമപ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചമയവിളക്കുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോകളായി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ എത്തുന്ന എല്ലാ പുരുഷാംഗനമാരും ട്രാൻസ്ജെൻഡേഴ്സ് ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലാത്തവരാണോ? ഇതാണിപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇവിടെ ഈ ഒരു ചമയവിളക്ക് എടുക്കാനുള്ള അധികാരമില്ല. കാരണം ചമയവിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു നേർച്ചയാണ്. അത് പുരുഷൻ സ്ത്രീയായി മാറുന്ന സ്ത്രൈണ ഭാവത്തിലൂടെ ഭഗവതിയുടെ മുമ്പിലേക്ക് എത്തുന്ന രൂപമാണ് പുരുഷാംഗനമാരുടെ ചമയവിളക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാലാകാലങ്ങളായി ഇത്തരത്തിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കടന്നുകയറ്റം കൂടുതലാണ് എന്നാണ് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും കഴിഞ്ഞ വർഷങ്ങളുള്ള വീഡിയോകളിൽ ഞങ്ങൾ കണ്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവരെടുക്കുന്ന വിളക്ക്, ആ വിളക്കിലും ചില വ്യത്യാസമുണ്ട്. ചമയവിളക്ക് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് പുരുഷാംഗനമാരാണ്. യഥാർത്ഥത്തിൽ താലപ്പൊലിമേന്തിയാണ് ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ചമയവിളക്കിൻ്റെ ഐതിഹ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളും അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ ഉപാധികളോടുകൂടി തന്നെയാണ് ഇത്തവണ ഈ ക്ഷേത്രം കമ്മിറ്റിയിലെ അംഗങ്ങൾ ഈ എത്തുന്ന, അതായത് ചമയവിളക്കെടുക്കാനായി എത്തുന്ന പുരുഷാംഗനമാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷാംഗനമാർക്ക് കൃത്യമായ രീതിയിലുള്ള ചമയവിളക്കെടുക്കാം. പക്ഷേ ഇത്തരത്തിൽ താലപ്പൊലിയുമായി എത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് കൃത്യമായ രീതിയിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരമാണ് ക്ഷേത്രത്തിൽ പുതിയ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് താലവും അതോടൊപ്പം കാക്കവിളക്കും അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പുതിയ തീരുമാനമാണ് ക്ഷേത്ര ഉപദേശക സമിതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാലാകാലങ്ങളായി നടന്നു വന്നിരുന്ന ചമയവിളക്കിൻ്റെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ടു പോരാൻ തന്നെയാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ തീരുമാനം. ഞാൻ ഈ കാണിക്കുന്നത് കൊറ്റംകുളങ്ങര ചമയവിളക്കിൻ്റെ ഭാഗമായിട്ടുള്ള കുരുത്തോല പന്തലാണ്. ഇത് വളരെ ഐതിഹ്യ പാരമ്പര്യമാണ് ഈ കുരുത്തോല പന്തൽ, അല്ലേ? അപ്പോൾ കഴിഞ്ഞ 58 വർഷമായിട്ട് ഈ കുരുത്തോല പന്തലിന് നേതൃത്വം കൊടുക്കുന്ന ആശാനാണ് കൂടെ ഉള്ളത്. നമസ്കാരം. നമ്മൾ ഈ കുരുത്തോല പന്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറയാം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പന്തൽ? പഴയ കാലത്ത് ബാലന്മാർ നടന്ന് കളിച്ച് അതൊക്കെ ഒരു നാളികേരം കിട്ടി. ആ നാളികേരം കൊണ്ട് ചെന്ന് ഈ ഒരു കല്ല് കണ്ട് കല്ലിൽ ഇടിച്ച് പൊട്ടിച്ച് അപ്പോൾ അതിൽ നിന്ന് രക്തം വാർന്നൊഴുകി. അന്നത്തെ കാലത്ത് ഉള്ള പ്രമാണിമാരെ അറിയിച്ചപ്പോൾ അവർ ദേവപ്രശ്നം നടത്തിയപ്പോൾ ഇവിടെ ഒരു ദേവി ഉണ്ടെന്നും ഏത് ഭാഗത്തായിട്ട് ഈ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്ത്. അപ്പോൾ ഉടൻ തന്നെ അവരെല്ലാം കൂടി ആലോചിച്ചിട്ട് പിന്നെ അവിടെ ക്ഷേത്രം പണിയുന്നല്ല, അതിനൊരു ആചാരപ്രകാരം കൊച്ചുങ്ങൾ കളിച്ച് ഈ ആൺകുട്ടികളെല്ലാം പെൺവേഷം കെട്ടി കളിക്കുകയും പിന്നെ വെള്ളയ്ക്ക കൊണ്ട് കുതിരയെ കെട്ടി വലിച്ചഴിക്കുകയും അവരട്ടഹാസം സന്തോഷിച്ച് അങ്ങനെ ഒരു കാലം വന്നപ്പോൾ പിന്നെ ക്ഷേത്രം പണിഞ്ഞു. അപ്പോൾ അതിപ്പോൾ നാട്ടുപ്രമാണിമാർ അതിനൊരു പരിഗണിച്ച് ആ ഐതിഹ്യം വെച്ചും കൊണ്ട് ക്ഷേത്രം പണിയുകയും പിന്നെ അതിന് പ്രതിഷ്ഠയില്ല.
ഇത് സ്വയംഭൂവായിട്ട് വന്നതാണ്. അല്ല വാർഷികം പ്രതിഷ്ഠ നടത്തിയോ പുനഃപ്രതിഷ്ഠാ വാർഷികങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതിന് ആന പുറത്ത് എഴുന്നള്ളത്തുണ്ട്, പിന്നെ വെളുപ്പാൻ രാവിലെ ഉരുളിച്ചുണ്ട്. നമ്മുടെ ഈ കുരുത്തോല പന്തൽ എന്തിനാണ്? ദേവിക്ക് രാവിലെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വൈകിട്ട് വരുമല്ലോ. 4 കരയിലും പറയിൽ കഴിഞ്ഞിട്ട് 2 ദിവസം മേക്കൂരയിലെ അമ്പലമാണ് ക്ഷേത്രം. പക്ഷേ അന്ന് മുറിച്ച് അന്ന് പണിയുന്ന അമ്പലത്തിൽ എനിക്ക് ഇരിക്കണം, ദേവിയുടെ ആഗ്രഹം വിശ്രമിക്കണം. ആ വിശ്രമത്തിന് വേണ്ടി ഇന്ന് മുറിച്ചുകൊണ്ട് നടക്കാമലും വാഴ ഓല വള്ളി എല്ലാം ഇതിനകത്ത് ഇന്ന് മുറിച്ചതാണ്. കയറില്ല, ചണങ്ങളൊന്നുമില്ല. വാഴവള്ളി, കുരുത്തോല, പിന്നെ തെങ്ങിൻ്റെ ഓല. കയറൊന്നും കെട്ടിക്കൂടാ, കയറില്ല. അപ്പോൾ അന്നെല്ലാം അതിന് ഒരു ശാസ്ത്രമുണ്ട്, കണക്കുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കണക്കാണിത്. തച്ചുശാസ്ത്ര പ്രകാരം ഉള്ള കണക്കാണ് അത്. ഇതിന് 4 കണക്കാണ്. മേളൊരു കണക്ക്, തെക്കോടൊക്കെ കണക്ക്, കിഴക്കോടിഞ്ഞൊരു കണക്ക്, ഇങ്ങനെയൊക്കെ ഓരോ കണക്കുകളാണ്. ആ കണക്ക് കോല്, മുഴക്കോലെന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാം മീറ്റർ പഠിക്കുക. അപ്പോൾ അതിൻ്റെ കണക്ക് ആർക്കും അറിയാം. ഇതിൻ്റെ കണക്ക് ഞങ്ങൾ പ്രായോഗിക അറിയാവും. പഴയ കാലത്തെ ഉപയോഗിച്ച് വരുന്നത് ക്ഷേത്രത്തിൻ്റെ കണക്കളക്കുണ്ട്, മുഴക്കോലെന്ന് പറയും. ഇത് മരപ്പണിക്കാരാണ് ഉപയോഗിക്കുന്നത്. മരപ്പണിക്കാർ ഞങ്ങൾക്ക് തന്ന കണക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ക് 21 പോലെ 16, 28 പോലെ 16, നടുക്ക് വരുന്നത് 12 പോലെ 8, മേളിൽ 9 പോലെ 16. ഇതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ കണക്കുമ്പോഴാണ് ഞങ്ങൾ വ്രതം നിന്ന്. എത്ര ദിവസം വ്രതം നിൽക്കും? ഞാനപ്പോൾ 12ാമത്തെ ദിവസം ഇനി മീൻ ഇറച്ചിയും കൂട്ടത്തില്ല. സുഖമില്ലെങ്കിലും 2 പേരും കുളിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് മൊത്തം വ്രതശുദ്ധിയോട് കൂടി വേണം. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാ തൊഴിലാളികളും അങ്ങനെ തന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ ഇല്ലയോ എനിക്കറിഞ്ഞില്ല. പക്ഷേ എൻ്റെ കാര്യം ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ വല്യമ്മച്ചയുടെ മോനും അമ്മയുടെ അമ്മാൻ്റെ മോനുമാണ്. ചിറ്റപ്പണിതെല്ലാം എന്നെ പഠിപ്പിച്ചപ്പോൾ അമ്മ ചിറ്റാൻ മരിച്ചതിന് ശേഷം അവനങ്ങ് മരിച്ചില്ലയോ. അതുകൊണ്ട് അപ്പം നമ്മൾ ഈ കുരുത്തോലയൊക്കെ കളക്ട് ചെയ്യുന്നത് രാവിലെ തന്നെ തുടങ്ങുമായിരിക്കുമല്ലോ. വലിയ ജോലിയാണല്ലേ. സാധനം എല്ലാം 10-60-70 ആളുണ്ട്. എല്ലാം മുറിച്ച് സാധനം എല്ലാം എടുത്ത് വണ്ടിക്ക് ലാറിക്കകത്ത് ഇവിടെ കൊണ്ടിറക്കി പുറത്തോടെ പണിയാണ്. ഇതിനെല്ലാം മുൻകൂട്ടി ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുത്തവർക്ക് അറിയാവുന്നവരാണ്, എല്ലാ കൊല്ലവും ചെയ്യുന്നവരാണ്. പിന്നെ പുതിയ പിള്ളേർ വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും ആ കുരുത്തോല അവരുണ്ടാക്കുന്നിടത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ കുരുത്തോല പന്തൽ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഐതിഹ്യമുള്ളതാണ്. ഇവിടുത്തെ ദേവിക്ക് ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കുരുത്തോലയാവട്ടെ, ഇവിടുത്തെ വാഴയാകട്ടെ, അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇന്നത്തെ ഒറ്റ ദിവസം ഇവർ കൊണ്ടുവരുന്നതാണ്. അല്ലാതെ തലേ ദിവസം ഒന്നും കൊണ്ടുവരുന്നത്, വളരെ ഫ്രഷായിട്ട് ഇന്നത്തെ ദിവസം കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് അടിക്കണക്കുകളും അതോടൊപ്പം മറ്റു എല്ലാം കൊണ്ടും ഇവർ വളരെയധികം ആചാരപ്രകാരം തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഈ ഒരു കുരുത്തോല പന്തലിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു രീതി. രാവിലെയോടുകൂടി തന്നെ ഇവരുടെ ഈ ജോലികളൊക്കെ തന്നെ ആരംഭിക്കും. രാവിലെ ചേട്ടാ ഇത് എത്ര മണിയോടുകൂടി തീരും? 5 മണിയോടുകൂടി ചേട്ടാ ഇന്ന് വൈകിട്ട് 5 മണിയോട്? 5 മണി വരെ. ആണോ? ഓക്കെ. 5 മണി ആകുമ്പോൾ അരങ്ങ് കയറും. നിങ്ങൾ വ്രതത്തിലൊക്കെയാണ്? വ്രതത്തിലൊക്കെയാണ്. ഞങ്ങൾ 15 ദിവസം വ്രതം. എല്ലാ വർഷവും നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ തന്നെ ചെയ്യുന്നതല്ലേ? നാട്ടുകാരുടെ ഒരു വലിയ ഉത്സവം തന്നെയാണല്ലേ? ഏറ്റവും വലിയ ഉത്സവം തന്നെ. ഞങ്ങളുടെ അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ഇവിടുത്തെ അമ്മ കൊറ്റംകുളങ്ങര അമ്മയുടെ ഐതിഹ്യങ്ങൾ ഒരുപാടാണ്. ശരിക്കും ചമയവിളക്ക് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ഐതിഹ്യങ്ങൾ പറഞ്ഞ് മാത്രമേ കേട്ടിട്ടുള്ളൂ എങ്കിലും ചമയവിളക്കിനപ്പുറം ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ ക്ഷേത്രം സ്വയംഭൂവായിട്ട് ഇവിടെ എങ്ങനെ ഭഗവതി വന്നു എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നേരത്തെ ആശാൻ നമ്മളോട് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു കുരുത്തോല പന്തലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പറഞ്ഞു കഴിഞ്ഞു. ഇവരൊക്കെ വളരെ ധൃതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒറ്റ ദിവസത്തേക്ക് വേണ്ടി താൽക്കാലികമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത്രയേറെ സമയക്കുറവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ആ സ്റ്റേജിനുള്ളിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, ഇവരൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ കുരുത്തോല ഉണ്ടാക്കുന്ന ആൾക്കാർ. എത്ര വർഷമായി ചേട്ടാ? വർഷങ്ങളുണ്ട് പ്രായത്തിന് മുമ്പേ ഉള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു അസൗകര്യം കൊണ്ട് ഇവിടെ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കെട്ടി അവിടെ പൊല്ല ആൽത്തറ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവരും. അവിടെ തൂണെല്ലാം അങ്ങ് കെട്ടും. കിളി ഉണ്ടാക്കുന്നു. ഒരെണ്ണം ഉണ്ടാക്കാം.
ഏതായാലും ഈ ഒരു ചമയവിളക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കുരുത്തോല പന്തലിൻ്റെ പണികളൊക്കെ തന്നെ ഏകദേശം പൂർത്തിയായിരുന്നു. വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ട് ഈ കുരുത്തോല പന്തൽ ദേവിയടുത്തേക്ക് എഴുന്നള്ളിയതിനു ശേഷമാണ് അവിടെ നിന്നും ജീവത പോലും പുറപ്പെടുന്നത്. അത്രയോളം പ്രാധാന്യമുണ്ട് ഈ ഒരു കുരുത്തോല പന്തലിന്. ഏതായാലും ഈ കുരുത്തോല പന്തലിലുള്ള പണികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വളരെയധികം ഉത്സവത്തിൻ്റെ ഒരു ലഹരിയിൽ തന്നെയാണ് ഈ നാട്ടുകാരും ഇവിടുത്തെ ഭക്തജനങ്ങളും. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവൻസൺ, വിസ്മയ ന്യൂസ്.